എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എയർ ഫ്രയറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. എയർ ഫ്രയറിൽ മാത്രമല്ല, നമ്മൾ പാനിലോ അവനിലോ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തന്തൂരി ചിക്കനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ കട്ട തൈരാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അതൊരു 1.5 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 500 ഗ്രാം ചിക്കന് വേണ്ടിയിട്ടാണ് ഈ അളവ് പറയുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. ഇത് ഉലുവയുടെ ഇല ഉണക്കിയതാണ്. അത് കൈ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതാണ് തന്തൂരി ചിക്കന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് ഇനി ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം. ഞാനിവിടെ വലിയൊരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ 1/4 ഭാഗമാണ് ചേർത്തിരിക്കുന്നത്. ഇനി തന്തൂരി ചിക്കന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിൽ മിക്സാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കരുത്. ഈ തൈരിലാണിത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ലെഗ് പീസുകളാണ് എടുത്തിരിക്കുന്നത്. തൊലിയോട് കൂടിയിട്ട് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുമ്പോഴാണ് ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നത്. ഓവർനൈറ്റ് ചെയ്ത് വെച്ചാലും നല്ല ടേസ്റ്റാണ്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പാനിലോ അവനിലോ ചെയ്തെടുക്കാവുന്നതാണ്. എയർ ഫ്രയറിൽ നമ്മൾ എണ്ണയൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം ചിക്കൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങളൊന്ന് നിരത്തി കൊടുക്കുക. ചിക്കൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് കിട്ടില്ല. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എയർ ഫ്രയർ നമ്മൾ ഓണാക്കണം. അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പോവാണ്. 200 ഡിഗ്രിയിലാണ് നമ്മളിപ്പം ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ടൈം ഒന്ന് സെറ്റ് ചെയ്യാം. 200 ഡിഗ്രിയിൽ 12 മിനിറ്റാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എയർ ഫ്രയർ ഓണാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. 12 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് തന്നെ ഗ്രില്ലായി കിട്ടും. 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ചൊന്ന് നോക്കാം. തിരിച്ചു നോക്കിയാൽ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എനിക്കൊന്നുകൂടെ ഒന്ന് ക്രിസ്പി ആവണമെന്ന് തോന്നി അതിൻ്റെ താഴ്ഭാഗം. അതുകൊണ്ട് ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും ഒരു 3 മിനിറ്റ് 200 ഡിഗ്രിയിൽ തന്നെ എയർ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഈ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് വെച്ചിട്ട് എയർ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ നന്നായിട്ട് എയർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തന്തൂരി ചിക്കനാണ്. എയർ ഫ്രയർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. കൂടുതൽ എയർ ഫ്രയർ റെസിപ്പീസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അത് അടുത്ത വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ തന്തൂരി ചിക്കൻ ഓവനിൽ ചെയ്യുന്ന വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്